തലസ്ഥാനത്ത് ഭരണസിരാ കേന്ദ്രത്തിന് മുന്നിൽ ഒരു കൂട്ടം സ്ത്രീകൾ കഴിഞ്ഞ ഒരാഴ്ചയായി സമരത്തിലാണ്. ചെയ്യുന്ന ജോലിക്ക് പ്രതിഫലം കിട്ടാതായിട്ട് 3 മാസമായി. സർക്കാരിന് മുന്നിലെത്തിയ നിവേദനങ്ങളും പരാതികളും ചർച്ചകളും ഫലം കാണാതായതോടെ ജോലിക്ക് കൂലി ആവശ്യപ്പെട്ട് ജീവിക്കാനുള്ള സമരത്തിലാണ് സംസ്ഥാനത്തെ ആശാവർക്കർമാർ. അക്രഡിറ്റഡ് സോഷ്യൽ ഹെൽത്ത് ആക്ടിവിസ്റ്റ് എന്ന പേരിനുള്ള ഗരിമയൊന്നും ഇവർക്ക് കിട്ടുന്നില്ല എന്നതാണ് വാസ്തവം. എടുത്താൽ പൊങ്ങാത്ത ജോലിയും തുച്ഛമായ ശമ്പളവും എന്നതാണ് ശരിക്കും അവസ്ഥ. ആരോഗ്യ പ്രവർത്തനങ്ങളിൽ മുൻനിരയിലുള്ള ആശാവർക്കർമാരുടെ കോവിഡ് കാല സേവനങ്ങൾ നമുക്കങ്ങനെ മറക്കാൻ പറ്റുമോ? അവരാണ് ആ സെക്രട്ടേറിയറ്റ് മുന്നിൽ ഒരാഴ്ചയായി ഇരിക്കുന്നത്. 3 മാസമായി വേതനമില്ലാതെ ജീവിതം വഴിമുട്ടിയിട്ടാണ് സമരമിരിക്കുന്നത്. ഇവരുടെ സമരം രാഷ്ട്രീയ പ്രേരിതമെന്നാണ് കഴിഞ്ഞ ദിവസം ധനമന്ത്രി പറഞ്ഞത്. രാജ്യത്ത് തന്നെ കൂടുതൽ ഓണറേറിയം നൽകുന്നത് കേരളമാണെന്നായിരുന്നു ആരോഗ്യമന്ത്രിയുടെ പ്രസ്താവന. പക്ഷേ പ്രതിഫലമില്ലാതെ ജോലി ചെയ്യേണ്ടി വരുന്നത് എത്ര പരിതാപകരമാണെന്ന് മന്ത്രിമാർ മനസ്സിലാക്കണം. അതുകൊണ്ട് ആ കണക്കുകളിലേക്ക് കൂടി നമ്മളൊന്ന് പോവുകയാണ്. ആശയറ്റ് സമരം ചെയ്യുന്ന അവർക്കൊപ്പം നമുക്കും ചേർന്ന് നിൽക്കാം. അവരുടെ സമരം വിജയിക്കും, അവരുടെ വേതനമടക്കം ഉറപ്പാക്കപ്പെടും എന്ന പ്രതീക്ഷയോടെ നമുക്ക് പോകാം. എന്തൊക്കെയാണ് അവരുടെ പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ എന്നതിലേക്ക് വന്നു കഴിഞ്ഞാൽ, ആശാവർക്കർമാർ ചോദിക്കുന്ന ഒന്നാമത്തെ കാര്യം അവരുടെ ഓണറേറിയം തുച്ഛമായ തുകയാണ് ലഭിക്കുന്നത്. ആ ഓണറേറിയം ഒന്ന് വർദ്ധിപ്പിച്ചു തരണം എന്നതാണ് ആവശ്യപ്പെടുന്ന പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത്തേത്, ഈ ഓണറേറിയം വർദ്ധിപ്പിക്കുമ്പോൾ വിവിധ സ്കീമുകൾ പ്രകാരമുള്ള ആരോഗ്യ സേവനങ്ങൾക്ക് ഓണറേറിയവും ഇൻസെന്റീവ് കിട്ടും. ഇപ്പോൾ കിട്ടുന്നത് മാസം 7,000 രൂപയാണ്. റീചാർജ് ഇനത്തിൽ 200 രൂപ നൽകുമെന്ന വാഗ്ദാനം അത് കടലാസിൽ മാത്രമാണ്. സമയപരിധിയില്ലാത്ത ജോലിയാണ്. വീടുകൾ കയറിയിറങ്ങേണ്ടി വരും. നാട്ടിൻപുറത്ത് ഓരോ വീടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയധികം ദൂരം സഞ്ചരിക്കണം. കുന്നും മലയും ഒക്കെ കയറിയിറങ്ങി പോകണം. യാത്രാ ചെലവ് കയ്യിൽ നിന്നെടുക്കണം. സർവേ നടത്തണമെങ്കിൽ കിലോമീറ്ററുകൾ പോകണം. അതാണ് അവിടെ അവരുടെ ഓണറേറിയം കൂട്ടണമെന്ന് പറയാനുള്ള കാര്യം. രണ്ടാമത്തേത്, ഈ ഓണറേറിയം അല്ലെങ്കിൽ ഈ വേതനം അത് കൃത്യമായിട്ടൊന്ന് കിട്ടണ്ടേ? 3 മാസമായി കിട്ടാതായിട്ട് 3 മാസത്തെ കുടിശ്ശികയാണ്. അവസാന ശമ്പളം കിട്ടിയത് എന്നാണ് എന്ന് നമ്മൾ ഈ ആശാവർക്കർമാരോട് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് കഴിഞ്ഞ വർഷം നവംബറിലാണ്. ഇപ്പോൾ ഫെബ്രുവരിയിലാണ് നമ്മൾ നിൽക്കുന്നത്. വേതനമില്ലാതെ എങ്ങനെയാണ് അവർ ജീവിക്കുക? 2016 1000 രൂപയായിരുന്ന വേതനം ഇടത് സർക്കാർ പല ഘട്ടങ്ങളിൽ കൂട്ടി 7,000 ആക്കി എന്നുള്ളത് നല്ല കാര്യമാണ്. പക്ഷേ കൃത്യമായിട്ട് അത് കിട്ടുന്നില്ല എന്നത് അവർ പറയുന്നതിൽ ഒരു ന്യായമില്ലേ എന്ന ചോദ്യമുണ്ട്. ഈ വേതനത്തിനായുള്ള മാനദണ്ഡം, ആ മാനദണ്ഡം നിർത്തലാക്കണം എന്നതാണ് മൂന്നാമത്തെ അവരുടെ പ്രധാനപ്പെട്ട ആവശ്യം. അതായത് ക്രൈറ്റീരിയയാണ്. പലതരം 10 തരം ക്രൈറ്റീരിയ കണക്കാക്കിയാണ് ശമ്പളം കൊടുക്കുന്നത്. ആരോഗ്യ അവലോകന റിപ്പോർട്ട് കൊടുക്കുകയാണെങ്കിൽ അതിന് 500 രൂപ, വാർഡ് അവലോകന യോഗത്തിന് ഇത്ര, പാലിയേറ്റീവ് ഡ്യൂട്ടിക്ക് ഇത്ര, അങ്ങനെയാണ്. ചെയ്ത ജോലി അധികൃതരെ ബോധ്യപ്പെടുത്തിയാലേ ഈ 7,000 കിട്ടുമെന്ന് ചുരുക്കം. ഓരോ ചുമതലയ്ക്കും ഇങ്ങനെ വ്യത്യസ്ത നിരക്കുകളാണ്. 2 ദിവസം അവധിയെടുത്താൽ ഒരു ക്രൈറ്റീരിയ അത് പൂർത്തിയാക്കാൻ കഴിയാതെ വരും. അപ്പോൾ ആ ക്രൈറ്റീരിയ പൂർത്തിയാക്കാതെ വരുമ്പോൾ ആ കണക്കിൽ വരുന്ന പണം പിടിക്കും. എന്നിട്ട് ബാക്കി തുകയാണ് കൊടുക്കുക. 7,000 രൂപയിൽ നിന്ന് ഓരോ മാസവും ഇങ്ങനെ ക്രൈറ്റീരിയ പൂർത്തിയാക്കിയില്ലെങ്കിൽ അതും കുറയുമ്പോൾ ശരിക്കും കിട്ടുന്നത് എത്രയാണ് എന്നതുകൂടി നമ്മൾ നോക്കണം. അടുത്ത പ്രധാനപ്പെട്ട ആവശ്യം, അവരിത്രയും യാത്ര ചെയ്ത് ഇങ്ങനെയുള്ള സേവനങ്ങൾ നിർവഹിക്കുകയാണ്. അവർക്കൊരു ഇൻഷുറൻസ് പരിരക്ഷ വേണമെന്നതാണ് അവരുടെ 4ാമത്തെ ആവശ്യം. കോവിഡ് കാലത്തുൾപ്പെടെ തുച്ഛമായ ശമ്പളത്തിൽ ഭാരിച്ച ജോലി ചെയ്തവരാണെന്ന് നമ്മൾ ഓർക്കണം. അതുകൊണ്ടാണ് അവർ ഇൻഷുറൻസ് വേണമെന്ന് ആവശ്യപ്പെടുന്നത്. അവരുടെ ജീവനും നമ്മളൊരു സുരക്ഷിതത്വം കൊടുക്കേണ്ടതല്ലേ. മറ്റൊന്ന്, ആശാവർക്കർമാരായി പ്രവർത്തിക്കുന്ന ആളുകൾക്ക് പെൻഷൻ സംവിധാനം വേണം എന്നുള്ളതാണ്. 62ാമത്തെ വയസ്സിലാണ് ഇവർ ജോലിയിൽ നിന്ന് ഒഴിയുക. അപ്പോൾ ഈ വിരമിക്കൽ ആനുകൂല്യങ്ങളൊന്നും അവർക്കില്ല. വിരമിക്കൽ ആനുകൂല്യം 5 ലക്ഷം രൂപ നൽകണം എന്നതാണ് അവരുടെ ഒരാവശ്യം. ഇനി 6ാമത്തെ ആവശ്യം ഇവരുടെ സ്ഥിരപ്പെടുത്തൽ സംബന്ധിച്ചാണ്. 16 വർഷമായി ആശാവർക്കർമാരായി ജോലി ചെയ്യുന്ന ആളുകളെ സ്ഥിരപ്പെടുത്തുക എന്നതാണ്. നിലവിൽ ഇതൊരു സ്ഥിര നിയമനമല്ല. സർക്കാർ ഇക്കാര്യങ്ങളിൽ ഏതൊക്കെ പരിഗണിക്കും എന്നതാണ് അറിയേണ്ടത്.